Now let us study internal resistance of a cell. ഒരു സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ ഇലക്ട്രോലൈറ്റ് ആൻഡ് ഇലക്ട്രോഡ്സ് ഓഫ് ദ സെൽ വെൻ എ കറന്റ് ഈസ് ഡ്രോൺ ഫ്രം ദ സെൽ. ഒരു സെല്ലിൽ നിന്ന് കറണ്ട് ഡ്രോ ചെയ്യുന്ന ആ ഒരു സാഹചര്യത്തിൽ ഇതുപോലൊരു കണക്ഷൻ കൊടുക്കുമ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു സെല്ലാണ്. ആ സെല്ലിന്റെ ഇലക്ട്രോഡ്സ് അല്ലെങ്കിൽ പ്ലേറ്റ്സ് ആണ് ഈ കാണുന്ന രണ്ടെണ്ണം. ഇത് പോസിറ്റീവ് പ്ലേറ്റ്, ഇത് നെഗറ്റീവ് പ്ലേറ്റ്. അത് ഡിപ്പ് ചെയ്തിരിക്കുന്നത് ഇലക്ട്രോലൈറ്റിലാണ്. എക്സ്റ്റേണൽ കണക്ഷൻ ഒരു റെസിസ്റ്റർ കൊടുത്തിട്ടുണ്ട്. അത് തന്നെ സിംബോളിക് ആയിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. സെല്ലിന്റെ സിമ്പിൾ ഇതാണ്. ഇനി കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഈ ഇലക്ട്രോലൈറ്റ് ഇലക്ട്രോഡ്സ് ഒക്കെ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണ് അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ദ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ ഡിപ്പെൻഡ്സ് ഓൺ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. ഈ രണ്ട് പ്ലേറ്റുകൾക്കിടയിൽ ഡിസ്റ്റൻസിനെ അത് ഡിപ്പെൻഡ് ചെയ്യും. ആൻഡ് ഓൾസോ ഓൺ ദ നേച്ചർ ഓഫ് ദ ഇലക്ട്രോലൈറ്റ്, nature of the electrodes, and also on the area of the immersed portion of the plates immersed in the electrolyte. അപ്പോൾ internal resistance of a cell എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? internal resistance of a cell depends on the distance between the plates, then nature of the electrolyte, nature of the electrodes, and also on the area of the portion of the plates immersed in the electrolyte. ഇലക്ട്രോലൈറ്റ് താഴ്ത്തിയിരിക്കുന്ന ആ ഒരു പ്ലേറ്റ്സിന്റെ ഏരിയ ഡിപ്പെൻഡ് ചെയ്യും. ഇഫ് ഏരിയ ഈസ് ലാർജ് ദെൻ ദ ഇന്റേണൽ റെസിസ്റ്റൻസ് വിൽ ബി ലെസ്. ഏരിയ കൂടുന്തോറും ഇന്റേണൽ റെസിസ്റ്റൻസ് കുറയും. ഡിസ്റ്റൻസ് കൂടുന്തോറും ഇന്റേണൽ റെസിസ്റ്റൻസ് കൂടും. അതുപോലെ കോൺസെൻട്രേഷൻ ഒക്കെ ഡിപ്പെൻഡ് ചെയ്യും ഇലക്ട്രോലൈറ്റിന്റെ. അപ്പോൾ അതാണ് ഇന്റേണൽ റെസിസ്റ്റൻസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇന്റേണൽ റെസിസ്റ്റൻസ്? ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ ഈസ് ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ the electrolyte and electrodes of the cell when a current is drawn from the cell. ആ സെല്ല് ഒരു ക്ലോസ് സർക്യൂട്ട് ആയിരിക്കണം. അപ്പോൾ അത് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണ് ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സിംബോളിക് ആയിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട് അതിന്റെ ഈ ഡയഗ്രം എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത് ഒരു സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് കണക്കിലെടുത്തുകൊണ്ട് അതിന്റെ ടെർമിനൽ വോൾട്ടേജ് കറണ്ട് ഡ്രോ ചെയ്യുമ്പോൾ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പാടും. ഹിയർ ദിസ് ഇസ് എ സെൽ. ആ സെല്ല് സിംബോളിക് ആയിട്ട് ഇതുപോലെ റെപ്രസെന്റ് പകരം നമ്മൾ അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് കൂടി അതിൽ കാണിച്ചുകൊണ്ട് റെപ്രസെന്റ് ചെയ്യണം. അപ്പോൾ ഇൻ എഫക്ട് ദ ഇന്റേണൽ റെസിസ്റ്റൻസ് മേ ബി കൺസിഡർഡ് ടു ബി എ റെസിസ്റ്റൻസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ദ സെൽ. സെല്ലുമായിട്ട് സീരീസിൽ കണക്ട് ചെയ്ത ഒരു റെസിസ്റ്റൻസ് പോലെ അതിന്റെ എഫക്റ്റ് കൊണ്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും എന്തിനെ? ഇന്റേണൽ റെസിസ്റ്റൻസിനെ. അതുകൊണ്ട് ആ സെല്ലിനെ തന്നെ നമ്മൾ EMF ഉള്ള ഒരു സെല്ലും അതിനോട് ചേർന്ന ഇന്റേണൽ റെസിസ്റ്റൻസ് ചേർത്ത് ഒരു കോമ്പിനേഷൻ ആയിട്ട് കാണിച്ചിരിക്കുകയാണ്. ഈ ഇന്റേണൽ റെസിസ്റ്റൻസ് അക്രോസ് ആയിട്ടുള്ള PD നമുക്ക് എടുക്കാൻ പറ്റില്ല. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അതിന് അക്രോസ് ആയിട്ട് മാത്രം നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം അത് അതിനകത്താണ്, സെല്ലിനകത്താണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സെല്ല് സർക്യൂട്ടിൽ നമ്മൾ ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെയുള്ള PD ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. ശ്രദ്ധിക്കുക, ഇത് ഈസ് ദ EMF ഓഫ് ദ സെൽ. EMF എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. ഇറ്റ് ഈസ് നോട്ട് എ ഫോഴ്സ്. It is the work done in sending unit positive charge from one point through the entire circuit and finally to the same point. അപ്പോൾ ഏത് പോയിന്റിൽ നിന്നാണോ ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് മൂവ് ചെയ്തത് അതേ പോയിന്റിലേക്ക് തിരിച്ചു വരുമ്പോൾ ആ സർക്യൂട്ട് അത് അയക്കാനായിട്ട് ഈ സെല്ല് ചെയ്ത വർക്കാണ് EMF എന്ന് പറയുന്നത്. And so it is equal to the change of potential across the resistances. That means E is equal to the potential change across R and potential change across small r. That means E equals I into R plus R. Ohm's law പ്രയോഗിച്ചാൽ നമുക്ക് ഇങ്ങനെ എഴുതാം E equals I into R plus R. This can be written as I into R plus I into R. This I into R by Ohm's law we know that it's a potential difference across capital R. That means between A and B. A, B എന്ന് പറഞ്ഞാൽ രണ്ട് പോയിന്റ്സ് നടുക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അത് ഇതിന്റെ ടെർമിനൽ PD തന്നെയാണ്. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് I into R എന്ന് പറയുന്നത്. That can be denoted by V. It is the external PD available. That means this is equal to V plus I into R. ഇതിൽ നമുക്ക് V എഴുതാൻ പറ്റും. What is V? V is equal to E minus I into R. That means the potential difference available across the terminals of a cell
is less than the EMF by an amount I into R. So this amount I into R is known as a lost volt. That means some work is done in sending the current across the internal resistance. അതുകൊണ്ട് അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഉണ്ടാവും. ആ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഐ ഇൻറ്റു ആർ ആണ്. ആ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഇ എഫ് നിന്ന് മൈനസ് ചെയ്യുമ്പോഴാണ് എക്സ്റ്റേണൽ ആയിട്ട് നമുക്ക് ലഭ്യമാകുന്ന വോൾട്ടേജ് കിട്ടുന്നത്. സോ വി ഈസ് ഈക്വൽ ടു ഇ മൈനസ് ഐ ആർ, വെയർ ഐ ആർ ഈസ് ദ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഓർ ഇറ്റ് ഇസ് ദ ലോസ്റ്റ് വോൾട്ട്. ഇറ്റ് ഈസ് കോൾഡ് ദ ലോസ്റ്റ് വോൾട്ട്. കാരണം അത് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഇന്റേണൽ റെസിസ്റ്റൻസ് അക്രോസ് ആയിട്ട് കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്നു. പുറമേക്ക് നമുക്ക് ഇത് കിട്ടുള്ളൂ വെൻ എ കറണ്ട് ഐ സ്റ്റോൺ ഫ്രം ദ സെൽ. ഇതിൽ നമുക്ക് ഐക്ക് എക്സ്പ്രഷൻ എഴുതാൻ പറ്റും. സോ വാട്ട് വിൽ ബി ഐ ഈക്വൽസ് ഇ മൈനസ് വി ഡിവൈഡഡ് ബൈ ആർ. സോ കറണ്ട് ഐ ഈസ് ഈക്വൽ ഇ മൈനസ് വി ബൈ ആർ. അതുപോലെ ഈ ഒരു എക്സ്പ്രഷൻ നിന്നും, അതായത് ഈ രണ്ട് എക്സ്പ്രഷൻ, ഇതിൽ നിന്നും രണ്ടാമത്തത് രണ്ടിൽ നിന്ന് നമ്മൾ ഈ ഒരു എക്സ്പ്രഷൻ കറണ്ട് ഉണ്ടാക്കി. ഒന്നിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ കറണ്ടിന്റെ എക്സ്പ്രഷൻ എങ്ങനെ എഴുതാൻ പറ്റും? ഐ ഈസ് ഈക്വൽ ടു ദ ഇ എം എഫ് ഓഫ് ദ സെൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ഇനി ഈ റിലേഷൻ എടുക്കുകയാണെങ്കിൽ ഇഫ് ഐ ഈസ് ഈക്വൽ ടു 0, then we can write from this relation E minus V equals 0, or we can write E equals V. This means that the EMF of a cell is equal to the potential difference between the terminals of the cell when no current is drawn from the cell. ഒരു സെല്ലിൽ നിന്ന് കറണ്ട് എടുക്കാതിരിക്കുമ്പോൾ അതിന്റെ ടെർമിനൽ വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടെർമിനൽസ് എടുക്കുകയാണെങ്കിൽ ആ ടെർമിനൽ വോൾട്ടേജ് തുല്യമായിരിക്കും ഏത്? EMF of the cell. It is the maximum potential difference. EMF of a cell is the maximum potential difference between the terminals of the cell when no current is drawn from the cell. ആ രീതിയിൽ നമുക്ക് EMF ഡിഫൈൻ ചെയ്യാൻ പറ്റും. So EMF can be defined as the maximum potential difference between the terminals of the cell when no current is drawn from the cell or when the cell is in the open circuit. Okay. ഇനി നമ്മൾ അടുത്തതായിട്ട് പരിശോധിക്കാൻ പോകുന്നത് ഏത് കണ്ടീഷനാണ് ഒരു സെല്ല് ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നത്? ഏത് കണ്ടീഷനാണ് ഒരു സെല്ല് ഒരു കോൺസ്റ്റന്റ് കറണ്ട് സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നത്? അതാണ് നമ്മൾ ഇനി സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് ഈ ഒരു റിലേഷൻ പരിഗണിക്കാം. ഐ ഈസ് ഈക്വൽ ടു ഇ ബൈ ആർ പ്ലസ് ആർ എടുക്കുകയാണെങ്കിൽ, if the internal resistance of the cell is negligible compared to the external resistance, ഒരു സെല്ലിന്റെ internal resistance എന്ന് പറഞ്ഞാൽ small r is negligible compared to capital R, then this relation can be written in the form I is equal to E by capital R. അപ്പോൾ ഒരു സെല്ലിന്റെ internal resistance എന്ന് പറയുന്നത് ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ സ്മോൾ ആണെങ്കിൽ നമുക്ക് I എന്ന് പറയുന്നത് ഇങ്ങനെ എഴുതാൻ പറ്റും, E by R. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഐ ആറിന്റെ എക്സ്പ്രഷൻ എഴുതാൻ പറ്റും. എന്തായിരിക്കും? ഐ ആർ വിൽ ബി ഈക്വൽ ടു ദ ഇ എം എഫ് ഓഫ് ദ സെൽ. ആ സെല്ലിന്റെ ഇ എം എഫിനെ ഡിപ്പെൻഡ് ചെയ്യും ഐ ഇൻറ്റു ആർ. സെല്ലിന്റെ ഇ എം എഫ് എന്ന് പറയുന്നത് ഒരു ഫ്രഷ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത സെല്ലാണെങ്കിൽ ഇയുടെ വാല്യൂ മാക്സിമം ആയിരിക്കും. അത് യൂസ് ചെയ്യുമ്പോൾ തോറും അതിന്റെ വാല്യൂ കുറയും. എങ്കിലും നമുക്ക് അതിന്റെ വാല്യൂ ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആയിട്ട് കണക്കാക്കാൻ പറ്റും. അങ്ങനെ കണക്കാക്കുകയാണെങ്കിൽ വി ക്യാൻ use the cell as a constant voltage source if the internal resistance of the cell is very small. അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഈ കേസിലാണെങ്കിൽ നമ്മൾ കണക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് സ്മോൾ ആണെങ്കിൽ കറണ്ട് ഐ ലാർജ് ആവും, such that I into R is equal to E. നമ്മൾ കണക്ട് ചെയ്യുന്ന റെസിസ്റ്റൻസ് വളരെ സ്മോൾ ആണെങ്കിൽ ഐ ലാർജ് ആകും, അതുപോലെ വളരെ ലാർജ് ആണെങ്കിൽ ഐ എന്ന് പറയുന്നത് സ്മോൾ ആകും. ഐ into R കോൺസ്റ്റന്റ് ആകുന്ന രീതി. ഐ into R ആണ് ഇത് എക്സ്റ്റേണൽ ആയിട്ട് ലഭ്യമായ വോൾട്ടേജ് എന്ന് പറയുന്നത്. അത് ഇ എം എഫിന് തുല്യമാകുന്ന രീതി വരുന്നതുകൊണ്ട് we can use the cell as a constant voltage source if the internal resistance of the cell is very small compared to the external resistance. ഇനി നമുക്ക് ഇതേ ഇക്വേഷൻ വെച്ച് തന്നെ ഒരു കാര്യം പരിശോധിക്കാം. If R is very large, small r is very large compared to capital R, then if small r is very large compared to capital R, then we can write I as E by small.
I എന്ന് പറയുന്നത് E by small r. നമുക്കറിയാം small r is the internal resistance of the cell. So we see that the current is independent of the external resistance. അപ്പോൾ ഏത് റെസിസ്റ്റൻസ് പുറമെ കണക്ട് ചെയ്താലും ശരി ആ കറണ്ട് എന്ന് പറയുന്നത് ആൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന രീതിയിലൂടെ വരും. I is equal to E by small r ആയതുകൊണ്ട്. So we can use the cell as a constant current source if the internal resistance is very large compared to the external resistances connected. Okay. Now, what are the differences between EMF and potential difference? EMF of a cell is the potential difference between its terminals. That means the maximum potential difference between the terminals. EMF of a cell is the maximum potential difference between its terminals when no current is drawn from the cell. But potential difference is the difference of potential between 2 points in a closed circuit. EMF of a cell depends on the nature of electrolyte and electrodes of the cell, and it is independent of the external circuit. EMF is independent of the external circuit and it depends only on the nature of electrolyte and electrodes of the cell. But potential difference depends on the current flowing between the 2 points. Potential difference between 2 points depends on the current flowing between the 2 points and also on the resistance between the 2 points. EMF is related to the source, but potential difference can be taken between any 2 points in a closed circuit. And also EMF of a cell is the cause while potential difference is the effect. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഒരു സെല്ലിന്റെ EMF എന്ന് പറയുന്നത് ഉള്ളത് കൊണ്ടാണ്, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ഉള്ളതുകൊണ്ടാണ് കറണ്ട് ഒരു സർക്യൂട്ടിൽ ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സെല്ലുണ്ട്, ഈ സെല്ലെടുത്ത് മാറ്റുകയാണെങ്കിൽ നോ കറണ്ട് ബിറ്റ്വീൻ ദ 2 പോയിന്റ്സ് എ ആൻഡ് ബി. അപ്പോൾ കറണ്ട് ഉണ്ടെങ്കിലാണ് അതിനെക്കുറിച്ചുള്ള പി ഡി ആയ വി സികളുടെ ഐ ഇൻറ്റു ആർ എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഐ ഇല്ലെങ്കിൽ അവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഇതിനെക്കുറിച്ചുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഐ ഇല്ലെങ്കിൽ ഇല്ല, സോഴ്സ് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അത് ഇല്ല. അപ്പം അതുകൊണ്ട് ഇ എം എഫ് എന്ന് പറയുന്നത് ഒരു കോസായിട്ട് പറയാൻ പറ്റും, അതിൻ്റെ എഫക്റ്റ് ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പം അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഇ എം എഫ് മേ ബി കൺസിഡർഡ് ടു ബി ദ കോസ് വൈൽ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇസ് ദ എഫക്റ്റ്. ഓക്കെ. Now we are going to study cells in series and parallel. First we consider the cells in series. Here there are two cells of EMFs E1 and E2 connected in series. That means the negative terminal of the first cell is connected to the positive terminal of the second, and so on. The two cells are connected in series and the same current I flows through them. This is the equivalent circuit. That means if this two cells are replaced by an equivalent cell, that means E equivalent is the equivalent EMF of the combination, or the cell having the equivalent EMF of the combination and having equivalent internal resistance of the combination. That means this circuit is equivalent to this circuit. This is the actual circuit and this is the equivalent circuit. Now, if VA and VB and VC are the potentials at the points A, B and C respectively. That means that VA is the potential at the point A and VB is the potential at the point B. VC is the potential at the point C. Now, the potential difference VAB is equivalent to the change of potential, that means VA minus VB. This is the
change of potential from V to E, VAB. This is the PD across the first cell, and we know that it is given by the potential difference is given by the EMF minus the potential drop across the internal resistance R1. That means E1 minus I into R1 is the potential difference between the terminals of the first cell. That means between A and B. It is VAB. That means VA minus VB equals C1 minus IR1. This is the equation number 1. Similarly, we can write VBC as a VB minus VC. It is equal to the EMF of the second cell minus I into R2, where R2 is the internal resistance of the second cell. This is relation 2. From these two relations, we can find the change of potential from A to C or from C to A. VAC equals this will be VA minus VC, and this VA minus VC can be written as VA minus VB plus VB minus VC, VA minus VB plus VB minus VC, and this is equal to VA minus VB means E1 minus I into R1, and VB minus VC means E2 minus I into R2. So this can be written as this is equal to E1 plus E2 minus I into R1 plus R2. So we get VAC equals E1 plus E2 minus I into R1 plus R2. This is the potential difference between A and C. Now we imagine that these two cells are replaced by a cell of equivalent EMF EEQ and equivalent internal resistance REQ. Then we can write VA minus VC as here the EMF is E equivalent, and the same current I flows through it, therefore I into R equivalent. Comparing relations 3 and 4. 3 4 നമുക്ക് കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്സ് എന്ന് പറയുന്നത് VA minus VC തന്നെയാണ് ഇത്. So the right hand sides must be equal. That means we can write E1 plus E2. These two are the same. Equations 3 and 4 are the same because they are the expressions for VA minus VC, and so we can equate the equivalent quantities. That means comparing 3 and 4. Since 3 and 4 are the same, we can write E equivalent equals E1 plus E2, and R equivalent equals R1 plus R2. E equivalent equals E1 plus E2 and R equivalent equals R1 plus R2. That means when cells are connected in series, the effective EMF will be sum of the individual EMFs, and the effective internal resistance will be sum of the internal resistances. If there are more cells, then we can write E equivalent equals E1 plus E2 plus etc. plus En, and R equivalent equals R1 plus R2 plus etc. Rn. Okay, ഇത് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ
we are going to find the equivalent EMF and equivalent internal resistance of cells when they are connected in series. When the negative of the first cell is connected to the positive of the second cell, and the positive negative of the second cell is connected to the positive of the third cell, and so on, and the combination is connected across an external resistance, then the combination of the cell is said to be in series. In series combination, the same current I flows through all the cells. Here we connect two cells of EMFs E1 and E2 and internal resistance small r1 and small r2 respectively. This circuit may be equivalent to this circuit where EEQ is the EMF of the equivalent cell and the corresponding internal resistance will be taken as a R equivalent. Now the potential difference at A, B and C are denoted by VA, VB and VC. Therefore, VAB will be equal to the change of potential from B to A, that is VA minus VB, and this is the potential difference across the first cell, and it is given by the EMF minus lowest voltage, that means E1, the EMF of the first cell, minus the potential drop across its internal resistance R1, that is I into R1. E1 minus I into R1 will be the PD across the first cell. Similarly, VB minus VC is the potential difference across the second cell, and it is given by the EMF of the second cell E2 minus the potential drop across its internal resistance R2, that means I into R2. This is the lowest volt in the case of the second cell. Now we can write the total potential difference between C and A as VAC equals VA minus VC equals, this can be written as VA minus VAB plus VAB minus VC. ഇത് രണ്ട് ക്യാൻസൽ ചെയ്താൽ നമുക്ക് VA minus VC തന്നെ കിട്ടും. Now this is given by the first relation as E1 minus I into R1, and this is given by the second relation as E2 minus R2. So this is because of equations 1 and 2. Now this can be written as E1 plus E2 minus I into R1 plus R2. This is equation 3. Now the expression for the same potential difference VA minus VC can be found in terms of the equivalent source or equivalent cell. The potential difference across the equivalent cell through which the same current I flows is given by VA minus VC equals E equivalent minus the lowest volt across its internal resistance, that means Req. So we get VA minus VC equals E equivalent, the equivalent EMF of the combination, minus I into R equivalent, the equivalent internal resistance of the combination. Now 3 and 4 represent the same quantity, VA minus VC, so the two equations are actually the same. So we can equate the corresponding terms. That means E equivalent is equal to E1 plus E2, and the Req is equal to R minus R2. So we can equate them. Thus we get E equivalent equals E1 plus E2 and R equivalent equals R minus R2. That means when cells are connected in series, the effective EMF is the sum of the EMFs of the individual cells, and the effective internal resistance is equal to the sum of the internal resistance of the individual cells. And if there are more cells in series, then we can write the general equation E equals E1 plus E2 plus etc. If there are n cells, En. അതുപോലെ R equivalent is equal to R minus R2 plus etc. plus Rn. Okay. Now we are going to study cells connected in parallel. Here we have two cells of EMFs E1 and E2 and internal resistance R1 and R2, small r1 and small r2.
connected between the 2 points B1 and B2. When cells are connected between the same 2 points, they are said to be connected in parallel. In this case, the current leaving the cell E1 is taken to be I1 and that leaving the cell E2 is taken to be I2. These two currents are leaving from the positive terminal of the cell, and when they reach at the point B1, they combine to form the main current I. We know that current is the amount of charge flowing per second. So the amount of charge approaching the point B1 in 1 second is numerically equal to I1 plus I2, and the amount of charge leaving the point B1 will be numerically equal to I. So we can write the total current I is equal to I1 plus I2. We can write total current I equals I1 plus I2. This is equation number 1. Now these two cells can be replaced by single cell of equivalent EMF EEQ and equivalent internal resistance smaller EQ. When this equivalent cell is connected between the 2 points A and C, then the same total current I flows through it when the PD between A and C is equal to the PD between these two cells. That means between B1 and B2 for A and C. So we can apply the first cell to find the PD between B1 and B2 and find the PD as V is equal to V equals E1, the EMF minus the potential drop across its internal resistance. That means I1 into R1. This is the potential drop across the internal resistance R1 of the first cell. This is equation 2. Similarly, for the second cell, the same potential difference between B1 and B2 or between A and C can be found as V is equal to E2 minus I2 into R2. This is equation 3. From equations 2 and 3, we can write the expression for I1 and I2 respectively. From 2, we get I1 equals E1 minus V divided by R1. Here, this can be taken to this side. That means I1 R1 equals E1. Then V can be taken to the other side. So I1 R1 equals E1 minus V, or I1 equals E1 minus V by R1. Similarly, we can find I2. I2 equals E2 minus V divided by R2. This we get this from equation 3. So equation 3 implies that I2 is equal to E2 minus V divided by R2. Now substituting these two values of currents in equation 1, we get equation 1 becomes I equals I1 plus I2. This is equal to I1 means E1 minus V divided by R1, and I2 means E2 minus V divided by R2. So this can be written as E1 by R1 minus V by R1 plus E2 by R2 minus V by R2. This can be written in the form E1 by R1 plus E2 by R2 minus V into 1 by R1 plus 1 by R2. This is relation 4. This is the current flowing through the circuit, total current flowing through the circuit. Now we can find the same current also using the equivalent cell. That means using the circuit in figure B. Applying similar procedure in the case of the equivalent EMF, we can write the potential difference across it as V is equal to the equivalent EMF of this equivalent cell minus the potential drop across its equivalent internal resistance. That means EEQ minus I into REQ. From this we can write I as we have I into REQ. We have I into REQ equals EEQ minus V, or we get I equals
E eq by R eq minus V by R eq or V into 1 by R eq. This is relation 5. Now 4 and 5 represent the same relation. It is the expression for the total current. So we can equate corresponding terms in these two equations. We see that E eq by R eq equals E1 by R1 plus E2 by R2 and 1 by R eq equal to 1 by R1 plus 1 by R2. Thus we get E equivalent by R equivalent equals E1 divided by R1 plus E2 by R2. Equating the corresponding terms of relations 4 and 5 we get E equivalent by R equivalent equals E1 by R1 plus E2 by R2 and 1 by R equivalent equals 1 by R1 plus 1 by R2. If there are n cells, then we get E equivalent by R equivalent equals E1 by R1 plus E2 by R2 plus etc. plus En by Rn. Similarly, 1 by R equals 1 by R1 plus 1 by R2 plus etc. plus 1 by Rn. Thus we see that when cells are connected in parallel, the reciprocal of the equivalent internal resistance is equal to sum of the reciprocals of the individual internal resistances, and also the ratio of the equivalent EMF to the equivalent internal resistance is equal to sum of the ratios of EMFs of the cells to the internal resistances. Sum of the ratios of the EMF of the cells to the respective internal resistances. ഇതിൽ ഏതെങ്കിലും സെല്ലിൻ്റെ നെഗറ്റീവ് നിന്നാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സെല്ലിൻ്റെ ഇ എം എഫ് ഇക്വലൻ്റ് ഇ എം എഫിൻ്റെ എക്സ്പ്രഷനിൽ നെഗറ്റീവ് സൈനോടുകൂടി എഴുതണം. ഈ കേസിൽ ഫസ്റ്റ് സെൽ തിരിച്ചാണ് കൊടുത്തിരുന്നതെങ്കിൽ അതേസമയം തന്നെ കറണ്ട് ഡയറക്ഷൻ ഇങ്ങോട്ട് കാണിച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നെഗറ്റീവ് ടെർമിനൽ ലീവിനായിട്ട് കാണിക്കേണ്ടി വരും I1. അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഫിഗറിൽ അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഇക്വലൻ്റ് ഇ എം എഫിൻ്റെ എക്സ്പ്രഷനിൽ എന്ത് ചെയ്യണം? നെഗറ്റീവ് സൈനോടുകൂടി ആ ഇ എം എഫ് എഴുതണം. അപ്പോൾ ഫസ്റ്റ് സെൽ റിവേഴ്സ് ചെയ്തെങ്കിൽ ഇവിടെ E1 പകരം മൈനസ് E1 കൊടുക്കേണ്ടി വരും. സെക്കൻഡ് ആണെങ്കിൽ E2 പകരം മൈനസ് E2 കൊടുക്കേണ്ടി വരും ഈ റിലേഷൻസിൽ. ഇതേപോലെ തന്നെ സീരീസ് കേസിൽ സെൽസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ദ എഫക്റ്റീവ് EMF is given by E equivalent equals E1 plus E2 plus E3 plus etc. En. അതിൽ ഏതെങ്കിലും ഒരു സെല്ല് റിവേഴ്സ് ചെയ്ത് ആണ് കൊടുത്തെന്ന് വിചാരിക്കുക. അഥവാ അതിൻ്റെ നെഗറ്റീവ് ടെർമിനൽ കറണ്ട് പോകുന്നതായിട്ട് ഫിഗറിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ മൂന്നാമത്തെ സെല്ലിൻ്റെ നെഗറ്റീവ് ടെർമിനൽ നിന്ന് കറണ്ട് ഫ്ലോ ചെയ്യുന്നതായിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇക്വലൻ്റ് EMFിൻ്റെ എക്സ്പ്രഷനിൽ നെഗറ്റീവ് സൈനോട് കൂടി എഴുതണം. ദാറ്റ് മീൻസ് E equivalent will be equal to E1 plus E2 minus E3 plus E4 and so on. ആ രീതിയിൽ എഴുതേണ്ടി വരും. അതാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്. ഓക്കെ.